മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി വരുന്ന വിമർശനം, അതിപ്പോൾ സമ്മേളനം നടത്തിയത് CPM ആണ്, പക്ഷേ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളേണ്ടതല്ലേ? അത് CPM-നെതിരെ മാത്രം, അവർക്ക് മാത്രം ബാധകം എന്ന വിലയിരുത്തലുണ്ടോ BJP-ക്ക്? സ്മൃതി, കേരളത്തിലെ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ നടത്താറുണ്ട്. പക്ഷെ സമരങ്ങളും പ്രതിഷേധ പരിപാടികളും രണ്ടും വ്യത്യസ്തമാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഏത് പരിപാടി നടത്തിയാലും അതെല്ലാം കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസിന്റെ അനുമതി തേടിയതിനു ശേഷം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു പൊതുവായ നടപടിക്രമമല്ല, ഇതൊരു പ്രതിഷേധ യോഗമല്ല. CPM-ന്റെ അവരുടെ ഒരു സമ്മേളനമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടു റോഡിലാണോ സ്റ്റേജ് കെട്ടിയാണോ നാട്ടിൽ ഇവിടെ സമ്മേളനങ്ങൾ നടത്തുന്നത്? കേരളത്തിൽ ഒരിടത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ എത്തിക്കുവാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനടക്കം മഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്റ്റേജിന് 10 മീറ്റർ വ്യത്യാസത്തിലാണ് മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. എന്തേ പോലീസ് ഇടപെടാത്തത്? കാരണം പോലീസിനേക്കാൾ വലിയ സൂപ്പർ പോലീസായി CPM മാറുന്നതുകൊണ്ടാണ്. ആ പ്രദേശത്ത് സമ്മേളനം നടക്കാൻ മറ്റ് സ്ഥലങ്ങളില്ലാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. പോലീസുകാരെ സമ്മേളന നടത്തിപ്പിന് അവിടെ നിയോഗിച്ചിരുന്നു. പോലീസിന്റെ കാവലെന്ന് മാത്രമല്ല, പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ്. അതെ, പോലീസിന്റെ മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം നടന്നത്. പൊതുയോഗം നടക്കുന്നതിന് മുമ്പേ പോലീസിന് പരാതി നൽകിയിരുന്നു. മഞ്ചൂരിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നതിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിനടക്കം ഞങ്ങളടക്കം അഭിഭാഷക സെല്ലടക്കം പരാതി നൽകിയതാണ്. പക്ഷേ പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ അവിടെ നിശബ്ദരായി നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ജനറൽ ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, നിരവധി സ്കൂളുകൾ ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട്. സാധാരണ കോടതി നടക്കുന്ന ദിവസങ്ങളിലെല്ലാം മഞ്ചൂർ ഭാഗത്ത് ഗതാഗതം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒട്ടനവധി വാഹനങ്ങൾ കോടതിയിലേക്ക് വരുന്നതും പാർക്ക് ചെയ്യുന്നതൊക്കെ ഇതിന്റെ ഒരു വശത്തേക്കാണ്. അപ്പോൾ അത്രയും വലിയ ഗതാഗത പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് ഒരു പൊതു റോഡിന്റെ നടുക്ക് ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ മുഴുവൻ ബന്ദിയാക്കിക്കൊണ്ട് CPM ഇത്തരത്തിലുള്ള ഒരു പൊതുയോഗം അവിടെ സംഘടിപ്പിച്ചത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇതൊരു മുൻകൂട്ടി നിശ്ചയിക്കാത്ത പരിപാടിയല്ലായിരുന്നല്ലോ. ദിവസങ്ങൾക്ക് മുമ്പേ സമ്മേളനം നിശ്ചയിച്ചാണല്ലോ CPM ഇത് നടത്തിയത്. അതുകൊണ്ട് മറ്റ് സമരങ്ങളോടും പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രതിനിധി ഇതിനെ കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. സെക്രട്ടേറിയറ്റിലൊക്കെ ഞങ്ങളും നിങ്ങളും ഒക്കെ മാർച്ച് നടത്താറുണ്ടല്ലോ. എത്ര നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി നിൽക്കാൻ കഴിയും? ഏതാണ്ട് 1 മണിക്കൂർ സമരത്തിൽ കൂടുതലാവുമ്പോൾ അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി കേസെടുക്കും, റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിന്റെ ഒരു കമ്പി പൊട്ടിയാൽ, ഒരു ലാത്തി പൊട്ടിയാൽ എത്രയോ തവണ PDPP ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേജ് ഇടാൻ വേണ്ടി റോഡ് കുത്തിക്കുഴിച്ചിട്ടുണ്ട്. ആ റോഡ് കുത്തിക്കുഴിച്ച് റോഡിൽ PDPP അടക്കം ചാർജ് ചെയ്യാമായിരുന്നിട്ടും അതൊന്നും ചാർജ് ചെയ്യാതെ കേരളത്തിലെ പോലീസ് CPM-നെ രക്ഷിക്കുകയാണ്. അവിടെ പങ്കെടുത്തവരെല്ലാം ജനപ്രതിനിധികളാണല്ലോ, കൗൺസിലറാണല്ലോ, അവിടുത്തെ ഏരിയ സെക്രട്ടറി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ജനപ്രതിനിധിയാണല്ലോ. അപ്പോൾ ജനപ്രതിനിധികളും മന്ത്രിമാരായിരുന്നവരും നിലവിലെ ജനപ്രതിനിധി MLA-മാരടക്കം പങ്കെടുത്തിട്ടും യാതൊരു വിധത്തിലും സ്വീകരിക്കാത്തത് പോലീസിന്റെ കഴിവുകേട് തന്നെയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ പോലീസ് ഒരു നടപടി സ്വീകരിച്ചാൽ പിന്നെ അവിടുത്തെ SHOക്ക് അവിടെ ഇരിക്കാൻ സാധ്യമല്ല. പിന്നീട് ഈ മഞ്ചൂരിൽ നിന്ന് SHO നാളെ കാണാൻ കഴിയുന്നത് കാസർഗോഡോ വല്ലോ ആയിരിക്കും. ഇങ്ങനെ കേരളത്തിലെ പോലീസിനെ മുഴുവൻ നിഷ്ക്രിയമാക്കുന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ സംഭവിച്ചിട്ടുള്ളത്. DGP സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തെ എങ്ങനെ കാണുന്നു വിഷ്ണു? ഈ സത്യവാങ്മൂലത്തെ എങ്ങനെ കാണുന്നു? ഈ പരിപാടികൾക്ക് അനുമതി പാടില്ല എന്ന് നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു എന്നും സംഭവം അറിഞ്ഞപ്പോൾ ഇടപെട്ടിരുന്നു എന്നുമാണ് DGP നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്നും പറഞ്ഞു. അതിലെ എണ്ണം ആദ്യം 100 ആയിരുന്നു, പിന്നെ അത് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ അത് 47 പേരുടെ പട്ടികയാണ്. അതിൽ വേദിയിലിരുന്നവരുണ്ടോ, ആരൊക്കെയാണ് അതിൽ പ്രധാനമായും പങ്കെടുത്തതെന്നൊക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു. അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയെങ്കിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വരെ കേസെടുക്കേണ്ടി വരുമെന്നതിൻ്റെ സൂചനകൾ കോടതി നൽകിയിരുന്നു. എന്തായാലും ആ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിനെ, DGP നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കോടതിയിൽ നിന്ന് അതിശക്തമായ വിമർശനം ഉണ്ടായപ്പോൾ മാത്രമാണ് കേസെടുക്കാനും അതിനെതിരായ ഒരു നടപടി സ്വീകരിക്കാൻ ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷൻ തയ്യാറായത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു മുൻകൂറായിട്ടുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. കാരണം ഈ പരിപാടി മഞ്ചൂരിൽ നടന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നേരെ ഉച്ചയ്ക്ക് പരാതി കൊടുക്കുകയും SHOയെ വിളിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ യാതൊരുവിധ നടപടി സ്വീകരിക്കാതെ അവരുടെ പൊതുയോഗം കഴിയുന്നതുവരെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൊടുത്തവർ ഇതിനുശേഷം കേസെടുത്ത്
കേസെടുത്ത് കുറെ നമുക്കറിയാലോ കേസെടുക്കുന്ന 100 പേർക്കെതിരെ കേസെടുക്കും, വളരെ നിസ്സാരമായ കുറ്റം ചുമത്തി. പക്ഷേ കോടതി പോലും ഇപ്പൊ ആവശ്യപ്പെടുന്നത് നിസ്സാരമായ കുറ്റം ചുമത്തിയല്ല, റോഡിന് കേടുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായ PDPP ഉൾപ്പെടെയുള്ള നിയമം ചുമത്തി ഇവിടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണം എന്നുള്ളതാണ് കോടതിയിൽ നിന്നുള്ള നടപടി സൂചിപ്പിക്കുന്നത്. പോലീസ് എപ്പോഴും CPM-ന്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പോലീസ് നേരിട്ട് എന്തായാലും ഒരു നീതി ഇവിടെ ലഭ്യമാക്കാൻ പോകുന്നില്ല. പൊതുജനങ്ങളെയും നഗരവാസികളെയും കോടതിയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഇതിനെതിരെ കോടതി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശരി, കോടതി തന്നെ ചോദിച്ചിട്ടുള്ളത് ചായക്കട പൊളിച്ചു മാറ്റാറില്ലേ എന്നുള്ളതാണ്. ഒരു ചായക്കട ഇപ്പോൾ റോഡിന് കുറച്ച് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നതിനൊന്നും ഒട്ടും സമയമെടുക്കാറില്ല. അപ്പോൾ ഇത് DGP അറിഞ്ഞോ എന്നുള്ള ചോദ്യം ഒന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിലെന്ന് ചോദിച്ചു, അവരെ പ്രതികളാക്കിയോ എന്ന് ചോദിച്ചു. അതിനൊന്നുള്ള മറുപടി ഇന്ന് കോടതിയിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല റോഡ് വെട്ടിപ്പൊളിച്ചോ അങ്ങനെയെങ്കിൽ കേസ് ഇതല്ല, ഇതിലപ്പുറം ഗൗരവത്തിലേക്ക് നീങ്ങുമെന്ന് കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.